വീട്ടിൽ നിന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഈ പാലം കഴിഞ്ഞ് മേലോട്ട് കയറുന്ന വീടാട്ടോ. ഹലോ ഗായ്സ്, എല്ലാവർക്കും ഐഷസ് വേൾഡിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മള് കുറച്ച് ദിവസമായല്ലോ ഒരു വ്ളോഗ് ഒക്കെ എടുത്തിട്ട്. ഞാൻ കരുതി ഇന്നെന്തായാലും ഇടയ്ക്ക് എന്റെ ഫോൺ എനിക്ക് ചെറുതായിട്ടല്ല, അത്യാവശ്യം നല്ലപോലെ പണിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഷോർട്ട് വീഡിയോസ് പോലും എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത കുറേ ദിവസങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി നാൾക്ക് ശേഷമാണ് ഞാൻ അടുത്ത് ലോങ് വീഡിയോ ആയിട്ട് വന്നിരുന്നത് കേട്ടോ. അപ്പോ നമുക്ക് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം. ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. അതായത് കുറച്ച് നേരത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിൽ നിന്നൊക്കെ കുറച്ച് ഒരു വ്യത്യാസമുണ്ട്, ചെറിയ ചേഞ്ചൊക്കെ ഉണ്ട്. ഇത്രയും സമയം ഞാൻ ബ്രഷിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ബ്രഷിംഗ് ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് വ്ളോഗ് എടുക്കുന്നത്. സമയം കാണുന്നുണ്ടോ? 4:22 ആയിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ 4 മണിക്ക് കഴിഞ്ഞിട്ട് കേട്ടോ. പിന്നെ അവിടെ ബ്രഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങുന്നത്. അപ്പോ ഓക്കെ, നേരത്തെ ഒരു ഡേ മൈ ലൈഫ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടാമത്തെ വ്ളോഗാണ്, രണ്ടാമത്തെ ഡേ മൈ ലൈഫ് വ്ളോഗാണ്. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഒരു ആഴ്ച പോകുന്നത് അത് മൂന്ന് തരമായിട്ടാണ് പോകുന്നത്. അതായത് ആദ്യത്തെ ഒരു 3 ദിവസം ഇതേ കണക്കായിരിക്കും. ഇപ്പൊ ഞാൻ ഉണരുന്നതായിരുന്നാലും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഫുഡ് ഉണ്ടാക്കാൻ കയറുന്നതായിരുന്നാലും എല്ലാത്തിനും ആ ഒരു സമയത്തിന്റെ വ്യത്യാസമുണ്ട്. അപ്പോ ഇന്ന് തൊട്ട് ഇനി ഒരു 3-4 ദിവസം വരേക്കും ഇതേ ഇതിൽ തന്നെയായിരിക്കും, ഇതേ സെയിം ഫോർമാറ്റ് ആയിരിക്കും കേട്ടോ. രാവിലെ എഴുന്നേൽക്കുന്നതും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ആദ്യത്തെ ഒരു 3-4 ദിവസമൊക്കെ. ആഴ്ച തുടങ്ങിയിട്ടില്ല. ഇപ്പോ ഹസ്ബൻഡിന്റെ ഓഫ് ഇന്നലെ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതനുസരിച്ചാണ് കേട്ടോ ഞാൻ ഒരാഴ്ച എന്ന് പറഞ്ഞത്. അപ്പോ വേറൊന്നുമില്ല, ഇനിയിപ്പം അടുത്ത കിച്ചണിലേക്ക് കയറണം. കാര്യം ആൾക്ക് കൊണ്ടുപോകാനുള്ളതും, അതായത് രാവിലത്തേക്ക് ഉച്ചത്തേക്കുള്ള ഫുഡ്. ചോറ് ഞാൻ കുക്കറിൽ ഇന്നലെ രാത്രി ഞാൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി ഫുഡ് ഒക്കെ റെഡിയാക്കണം, ചായ ഇടണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ വേറെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വ്ളോഗ് ഡേ മൈ ലൈഫ് ചെയ്യുന്ന സമയത്ത് ചൂട്ടൻ എൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. അപ്പോ അവനെ നിങ്ങള് അംഗൻവാടിയിലോട്ട് ആക്കിയിട്ട് ഇപ്പോ 1 മാസം കഴിഞ്ഞിട്ടാ. ഞാൻ വിചാരിച്ചു ഒരു കുറെ നാളായില്ലേ ഒരു വ്ളോഗ് എടുത്തേക്കാന്ന് വിചാരിച്ചു. അപ്പോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഐഷസ് വേൾഡിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അടുക്കളയിൽ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ തുടങ്ങും കേട്ടോ. ബാക്കി കാര്യങ്ങളല്ല, ഇന്നത്തെ ദിവസം കിടക്കുന്നതേ ഉള്ളൂ. പുറത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പുറത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്നാ വലുതായിട്ട് ഇല്ലാന്നൊന്നും പറയാം. നേരത്തെ നല്ല പോലെ പെയ്യുമായിരുന്നു മഴ. പിന്നെ ചെറുതായിട്ട് ചാറി നിൽക്കുവാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ? കാണാതിരിക്കല്ലേ, ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലായിടത്തും മഴയാണ്. ഈ സംഭവം എപ്പോഴും കിട്ടാറൊന്നുമില്ല കേട്ടോ. പിന്നെ വീഡിയോ എടുക്കുന്നതല്ലേ, അപ്പം അടുക്കളയിൽ നിൽക്കുമ്പോൾ ആയിരിക്കും ഞാൻ ഈ സംഭവം പാത്രം കഴുകുമ്പോൾ മാത്രമേ ഇടാറുള്ളൂ. അത് അത്രയും വെള്ളം തെറിക്കും. ഞാൻ പാത്രം കഴുകുമ്പോൾ എന്റെ ദേഹത്ത് മൊത്തം വെള്ളം തെറിക്കും. അപ്പൊ അതിന് മാത്രമേ ഞാൻ ഇടാറുള്ളായിരുന്നു. ഇതിപ്പം ഈ ഒരു തരത്തില് നമ്മള് പാത്രം കഴുകാൻ നിൽക്കുമ്പോൾ ദേഹത്ത് ഫുള്ള് വെള്ളം ആവുകയും എന്നാൽ തണുപ്പ് മഴ, അതുകൊണ്ട് ഒരു കിട്ടുന്നേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഈ സാധനം മൈൻഡ് പോലും ചെയ്യാറില്ല. അതാണ് യാഥാർത്ഥ്യം. ഇതിന്റെ അടുത്ത് ഈ ചോറ് ഒരു രീതിയിലോട്ട് നയ്ക്കാൻ പറ്റി കൊണ്ടുപോകാനുണ്ട്. ചോറ് ഇളക്കി ഞാൻ എടുക്കാം. നമ്മളെപ്പോഴും ചോറ് എടുക്കുമ്പോൾ ഇളക്കി എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ വെക്കും. ഈ ഒരു ക്വാളിറ്റി ചിലപ്പോൾ അങ്ങോട്ട് എടുക്കുന്ന വീഡിയോസിൽ കാണത്തില്ലായിരിക്കും കേട്ടോ. കാര്യം ഇത് വേറെ ഫോണിലാണ് എടുക്കുന്നത്, ഹസ്ബൻഡിന്റെ ഫോണിലാണ്. ഇനിയിപ്പോൾ എന്റെ ഫോണിൽ എടുക്കുമ്പോൾ നല്ല ക്ലാരിറ്റി കുറവുണ്ടാവും. മാറ്റാൻ തോന്നുന്നില്ല. നമ്മളീ പറയുന്നില്ല, ചെറിയ പ്രോബ്ലംസ് വന്നു എന്ന് എടുത്തിട്ട് അങ്ങ് വലിച്ചെറിയാനൊന്നും നമുക്ക് തോന്നുന്നില്ല. ആ ഫോണിൽ വെച്ചിട്ട് ഞാൻ ഒരുപാട് അനുഭവിച്ചാലേ ഞാൻ പഠിക്കുള്ളൂ എന്ന് തോന്നുന്നു. പുതിയത് എടുക്കാന്ന് ഹസ്ബൻഡ് പറഞ്ഞതാണ്. ഞാനാണ് സമ്മതിക്കാത്തത്. ഇപ്പൊ വേണ്ട, എന്തായാലും ഇപ്പൊ ഇത് തന്നെ പോട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല, ഈ ഒരു ക്വാളിറ്റി ഇതിപ്പം ഈ ഫോണിൽ എടുക്കുന്നതിനായിട്ട് നല്ല ക്വാളിറ്റി കിട്ടും. ഇത് കഴിഞ്ഞ് ഞാൻ മാത്രം എടുക്കുമ്പോൾ എന്റെ ഫോണിലായിരിക്കും എടുക്കാട്ടോ.
അപ്പോൾ അതിന് ഇത്രയും ക്വാളിറ്റി പ്രതീക്ഷിക്കേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ ബാക്കി ഇരിക്കുന്ന ചോറിന് വടിച്ച് വെക്കുന്നത്. ഇത് ഇനി വടിച്ച് വെച്ച് സമയത്ത് വെച്ചിട്ട് ഞാൻ കുഞ്ഞിനെ കൊണ്ടാക്കിയിട്ടൊക്കെ ഇങ്ങനെ വന്നതിന് ശേഷമായിരിക്കും ഇത് മുറിച്ചൊക്കെ എടുക്കുന്നത് കേട്ടോ. പക്ഷെ ഇതിപ്പോൾ കൊണ്ടുകൊണ്ട് ചോറായതുകൊണ്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. ഇപ്പോൾ എടുത്തപ്പോഴത്തേക്ക് സ്റ്റാൻഡിലെ ലൈറ്റ് ഓൺ ആക്കാൻ മറന്നു കേട്ടോ. ഇനി കുറച്ചുകൂടെ വെട്ടം കിട്ടിയിരുന്നു. ഇപ്പൊ വിഴുക്കുവരട്ടിയും ഫിഷ് ഫ്രൈയും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അതൊക്കെയാണ് ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ചത്. പുട്ടിന്റെ മാവും ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. ഈ പുട്ടിന് ആവി വെക്കാൻ വേണ്ടി വെക്കണം. തേങ്ങയൊക്കെ തിരിഞ്ഞ് ആവി വെക്കാൻ വെക്കണം. അപ്പോ നമ്മൾ ചായ ഇടാം. ചായ നമ്മൾ പാലും ഇത്രയും എടുക്കാം. ഇത്രയും ആവശ്യം വരും. നമ്മള് വെള്ളം എടുക്കുമ്പോൾ ഒന്ന് കഴിയണം. അതേക്ക് വെക്കാം. എല്ലാം ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം എല്ലാം റെഡി ആക്കി കഴിഞ്ഞതിന് ശേഷം ഒരു കഴിവുകളുണ്ട്. ഈ ചായപാത്രവും പാലിന്റെ രുചി അങ്ങനത്തെ ഉള്ളതൊക്കെ. ഇത് ഇതിനെ വെള്ളം എടുക്കാറുള്ളൂ കേട്ടോ. എന്നുവെച്ചാൽ വെള്ളം ഫ്രഷ് അല്ലാത്തതുകൊണ്ടല്ല, കിണറ്റിലെ വെള്ളം തന്നെയാണ്. പക്ഷെ നമ്മുടെ സേഫ്റ്റി നമ്മൾക്ക് ഇങ്ങനെ കുടിക്കാൻ ഇതിന് ഇതിനടുത്ത് തിളപ്പിച്ചിട്ടുള്ള വെള്ളമാണ് അവന് കുടിക്കാൻ കൊടുക്കുന്നത്. അല്ലാതെ ഞാൻ ചേട്ടനൊക്കെ കുടിക്കാൻ എടുക്കുന്നത് ഇതിൽ തന്നെ ഡയറക്റ്റ് അങ്ങ് എടുക്കും. അങ്ങനെ ചെയ്യുന്നത്. അപ്പം ചായക്ക് ഇടുമ്പോൾ ഇതിൽ തന്നെ നോക്കി ചായക്കൊക്കെ ഇതിന് ധാരാളം. ചായക്ക് മാത്രമല്ല, ഇത് വേണമെങ്കിൽ നമുക്ക് കറണ്ടിന്റെ ഒരു പ്രോബ്ലം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ എല്ലാം പറ്റും ഓൾമോസ്റ്റ്. പക്ഷെ ഒരു കണക്ക് പറഞ്ഞാൽ രാവിലെ ഇത്തിരി മഴയൊക്കെ ഉള്ള ഒരു ഇതാണ്. ഒരു മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു കുഴപ്പമില്ല. ഈ ഒരു എന്താണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നമേ ഉള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ മഴയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഒരു ഇത് കിട്ടും. എന്താ പറയാ, ഒരു ഉറക്കക്ഷീണമൊക്കെ അങ്ങ് മാറും കുറച്ച് കഴിയുമ്പോൾ. ഈ ഒരു മഴയുടെ സൗണ്ടും ഒക്കെ കേട്ട് ഈ ജനലൊക്കെ തുറന്നിട്ടിട്ടേ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? ഈ ഇതിന്റെ ഇരപ്പ് കൊണ്ടിട്ട് അറിയത്തില്ല ക്ലിയർ ആവുന്നുണ്ടോ എന്ന്. ഇപ്പം ഈ ഒരു സമയത്തൊക്കെ മഴയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഉഷാറായിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനിയിപ്പോ ഞാൻ നിങ്ങളെ കൂടുതൽ ഞാൻ ഇതെല്ലാം കാണിച്ച് ഞാൻ വെറുപ്പിക്കുന്നില്ല. ഇനി ഫുഡെല്ലാം റെഡിയാക്കി അത് പാത്രത്തിലേക്ക് ആക്കിയതിന് ശേഷം ഞാൻ എന്താ പറയുക, ഞാൻ വീഡിയോയിൽ വരാട്ടാ. അപ്പൊ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ പോയി റെഡി ആവട്ടെ. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലെത്തി. ഞങ്ങളിവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ചേട്ടൻ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. മഴ തോർന്നപ്പോൾ പെട്ടെന്ന് ഞാൻ ഇറങ്ങിയതാണ്. ഇനി ഇവിടെ നിന്ന് ഒരു 9-9:30 ആകുമ്പോഴത്തേക്കും കുഞ്ഞിനെ കൊണ്ടുവന്ന് അംഗൻവാടിയിലാക്കിയിട്ട് അവിടെ നിന്ന് ഞാൻ അങ്ങ് പോകും കേട്ടോ. ഇച്ചിട്ട് എവിടെ പോവാ? അംഗൻവാടിയിലോ പോവാൻ? നമുക്ക് റെഡിയായോ? എന്നാ പോവാം. കിച്ചൂട്ടനെ കൊണ്ടുവന്നാക്കി. അത് കൊണ്ടുവന്നാക്കിയിട്ട് ഞാൻ ഇപ്പം നടന്ന് ജംഗ്ഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള നമുക്ക് പിന്നെ കാണാം. ഇതാണ് വെങ്ങാനൂർ സ്റ്റേഡിയം ഗൈസ്. ഇത് എൻ്റെ സ്കൂളാണ്. ഞാൻ ഏതാണ്ട് ഇത് +1+2 ഡിപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ. പക്ഷെ ഞാനിവിടെ ഇല്ലായിരുന്നു. ഈ +1+2 ഒന്നും ഞാൻ ഈ സ്കൂളിലല്ലായിരുന്നു. ഇതാണ് വെങ്ങാനൂർ ഗേൾസ് സ്കൂൾ എന്ന് പറയും. ഇവിടെ ഞാൻ 5 തൊട്ട് 10 വരെ ഇവിടെയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ +1+2 VHSക്ക് വരെ സ്കൂളിൽ പോകുമായിരുന്നു. അപ്പോൾ ഇതാണ് കേസ്. ഇതല്ല എൻ്റെ ബാക്കിലെ ബിൽഡിങ്. അവിടെ കാളെന്നുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കുക ഒരു ചമ്മൽ കേസ്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബസ് ഇറങ്ങിയിട്ട് നടക്കുവാണ് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ വിചാരിച്ചതാണ് ഇതുപോലെ ഇറങ്ങുമ്പോൾ ഇതുപോലെ വീഡിയോ എടുക്കണമെന്നൊക്കെ. പക്ഷേ എല്ലാവരും ഇല്ലാണ്ട് തന്നെ ഞാൻ ഇങ്ങനെ സംസാരിച്ച് പോകുന്നതുകൊണ്ടേ, ഇങ്ങനെ വെച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട് ഏതാണ്ട് അത്ഭുത ജീവി കണക്കെയാണ് എല്ലാവരും നോക്കുന്നത്. അതുകൊണ്ടൊരു ചെറിയൊരു ഇതുണ്ട്. പിന്നെ ബസ്സിൽ വരുന്നതിൻ്റെ സുഖം വേറൊന്നും തന്നെയാണ് കേട്ടോ. വേണമെങ്കിൽ ഒരു വണ്ടി എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴേ എൻ്റെ ആവശ്യമില്ലെന്ന് ഞാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞത്. ഇതിൻ്റെ ഒരു പ്രത്യേക സുഖമുണ്ട്. വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊന്നും നടക്കാൻ പറ്റത്തില്ലല്ലോ. ഇങ്ങനെ ബസ്സിൽ കയറാനൊന്നും പറ്റത്തില്ലല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബസ്സിൽ യാത്ര ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇപ്പം ഞാൻ വീട്ടിലോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വൈകുന്നേരം കിച്ചുവിനെ അച്ഛൻ ചെന്ന് വിളിക്കും. എന്നിട്ട് രാത്രി ചേട്ടൻ വരുമ്പോൾ അവനെയും കൂടെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വരും. അങ്ങനെ ഞാൻ വീട്ടിലെത്തി ഗൈസ്. അപ്പോൾ വന്ന് കയറി. ഇനി എന്താ പറയുക, ഫുഡൊക്കെ രാവിലെ തന്നെ റെഡി ആക്കിയതുകൊണ്ട് ഫുഡിൻ്റെ കേസൊന്നും ഇനി നോക്കണ്ട. പിന്നെ ഇന്നലെ രാവിലെ ഞാൻ നേരത്തെ എഴുന്നേറ്റില്ലേ, ലേറ്റായിട്ട് കിടന്നിട്ട് നേരത്തെ ആണ് എഴുന്നേറ്റത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഇതുണ്ട്, ഉറക്കക്ഷീണമുണ്ട്. അതെപ്പോഴും ഉള്ളതാണ്. പകലെപ്പോഴെങ്കിലും സമയം കിട്ടും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വലുതായിട്ട് അങ്ങനെ പകൽ ഉറങ്ങാറില്ല. അതുകൊണ്ട് തന്നെ ഉറങ്ങാൻ കിടന്നിരുന്നാലും രാത്രി ഇൻ കേസ് എന്തെങ്കിലും ഒരു കാരണവശാൽ ഉറങ്ങിയില്ല, അങ്ങനെയെങ്കിൽ പകൽ ഉറങ്ങാമല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ പകൽ ഉറങ്ങി അങ്ങനെ ശീലമില്ലാത്തത് കൊണ്ട് കിടന്നാലും ചിലപ്പോൾ ഉറക്കം വരില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട് ചിലപ്പോഴൊക്കെ. അപ്പോൾ ഇന്നിപ്പോൾ വന്ന് കയറി. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട്
കുറച്ച് ഇവിടെ തൂക്കുകയും തുടക്കുകയും. കാര്യം കുഞ്ഞുള്ളപ്പം അവൻ ഇവിടെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതായത് തൂക്കുന്നത് കുഴപ്പമില്ല, പക്ഷെ തുടയ്ക്കുന്നതൊക്കെ അവൻ നിൽക്കുമ്പോൾ പറ്റൂല. എനിക്ക് ഭയങ്കര പേടിയാണ്. അതായത് നമ്മൾ തുടച്ചിട്ടിട്ട് പോയി കഴിഞ്ഞാൽ കുഞ്ഞല്ലേ, പൊടിക്കുഞ്ഞല്ലേ, അപ്പോൾ അവൻ്റെ അടുത്ത് നമുക്ക് പറയാൻ പറ്റില്ല. പറഞ്ഞാലും അവൻ കേൾക്കത്തില്ല. അത് വേറെ കേസ്. പറഞ്ഞാലും അവൻ കേൾക്കില്ല. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടയൊക്കെ ചെയ്യുമ്പോഴേ വന്ന് വീഴും അങ്ങനെ ചെയ്യുമെന്നുള്ളൊരു പേടി എനിക്ക് എപ്പോഴും ഉണ്ട്. ഇതുവരെ അങ്ങനെ പറ്റിയിട്ടില്ല. അത് നോക്കി കണ്ട് ശ്രദ്ധിച്ചൊക്കെ ചെയ്തിട്ടുള്ളൂ. പിന്നെ പൊടിയെന്ന് പറയാനായിട്ട് അങ്ങനെ വലുതായിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഡെയിലി തൂക്കുന്നത് കൊണ്ട് മാത്രമല്ല, അങ്ങനെ ഉള്ളു. അങ്ങനെ വലിയ പൊടിയാവാനുള്ള ചാൻസ് ഒന്നും ഇല്ല. ചെറിയ ഇത് കണ്ടോ ഗൈസ്, നമുക്ക് ഇതിലേക്ക് ഞാൻ തുണി ഇട്ടിട്ടുണ്ടായിരുന്നായിരുന്നു. പിന്നെ വൈകുന്നേരം നോക്കിയപ്പോഴാണ് കാണുന്നത്. ഓൾമോസ്റ്റ് ഉണങ്ങിയ തുണികളായിരുന്നെന്ന് തോന്നുന്നു. എല്ലാം നനഞ്ഞ് തറയിൽ കിടക്കുമായിരുന്നു. പണി കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഗൈസ്, നമുക്ക് പാല് വാങ്ങാൻ പോവാം. ഗൈസ്, അപ്പോൾ ഇതിലാണ് നമ്മൾ പാല് വാങ്ങാനായിട്ട് പോകുന്നത് കേട്ടോ. ഇതിൽ പോയിട്ട് അങ്ങ് മേളിലത്തൊരു വീട്ടിലാണ് വെള്ളം വിട്ടിട്ടുണ്ട്. ഈ പാലം കഴിഞ്ഞ് മേലോട്ട് കയറുന്ന വീടാണ് കേട്ടോ. പാൽ വാങ്ങുന്നവർ വാങ്ങിച്ചിട്ട് വരാം. പരിപാടി കഴിഞ്ഞു, പാൽ വാങ്ങിച്ചു. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് വിളക്ക് കത്തിക്കാനായിട്ട്. ഞാൻ വിളക്കിന് ഒരുക്കിക്കൊണ്ട് നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ വിളക്കെല്ലാം കത്തിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 7:45 8 മണിക്കായപ്പോഴത്തേക്കും ചേട്ടൻ കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് അവനെ അമ്മ അവിടുന്ന് ഫുഡൊക്കെ കഴിപ്പിച്ചിട്ടാണ് വിട്ടത്. എന്നാലും അവർ ചെറിയൊരു ജലദോഷത്തിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മരുന്നൊക്കെ കൊടുത്തു. ചേട്ടനാണെങ്കിൽ ഫുഡും കഴിച്ചിട്ട് അവർ രണ്ടുപേരും കിടന്നുറങ്ങിയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, രാത്രി നേരെ ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെയും കൂടെ ക്ഷീണം എനിക്കുണ്ട്. ഇനി പകലും ഉറങ്ങാൻ പറ്റില്ല. ഇപ്പോൾ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചതും അതാണ്, നിനക്ക് പകൽ ഉറങ്ങിക്കൂടാது. പക്ഷേ അങ്ങനെ ശീലമില്ല. അതുകൊണ്ടായിരിക്കാം പകൽ കിടന്നിട്ട് ഉറക്കം വന്നിട്ടുണ്ടായിരുന്നില്ല. സമയമുണ്ടായിരുന്നു, പക്ഷേ ഉറക്കമുള്ളപ്പോൾ സമയമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണിപ്പോൾ. അപ്പോൾ ഇനിയും ഉറക്കം ഉളച്ചിരുന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. നല്ല ഉറക്കം വരുന്നു. കണ്ണൊക്കെ അതിൻ്റെ ചുമന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നെനിക്ക് പണി കിട്ടിയത് വേറൊന്നുമില്ല, കാറ്റടിച്ചിട്ട് ആയ പൊട്ടിയതാണ് ഏറ്റവും വലിയ പണിയായി. പല എനിക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടീഷർട്ടും കൂടെ ഉണ്ടായിരുന്നു. അതിലാകെ മഴവെള്ളത്തിൽ കുതിർന്ന് കിടന്നത് കരപ്പനടിച്ച് പോയി കേട്ടോ. ഭാഗ്യത്തിന് കുഞ്ഞിൻ്റെ തുണികളെല്ലാം സൈഡിൽ ക്ലിപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ്റെ തുണികൾക്കൊന്നും പറ്റിയില്ല എന്നുള്ളതാണ്. എൻ്റെയും ചേട്ടൻ്റെ അതിൽ എൻ്റെ ഒരു ടീഷർട്ടാണെങ്കിൽ അതിൽ കരപ്പൻ വീണിട്ടേ അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കിട്ടിയൊരു പണി അതാണേ. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അതായത് എൻ്റെ ഈ ഒരു വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഇനിയും അടുത്ത നല്ല നല്ല വീഡിയോസുമായിട്ട് വരാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും